Dear students, welcome to Learner's World. In this video, I am going to talk about solved textual questions and activities, part 3, Kerala syllabus, 9th standard, English new textbook, unit 1, Hours and Years, half a day by Naguib Mahfouz. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. I proceeded to few steps, then came to a startled halt. Why was the narrator startled? ഇതിൽ സെൻറ്റൻസ് ഇതാണ്. I proceeded to few steps, then came to a startled halt. അതായത് ഞാൻ മുന്നോട്ട് നടന്നു, കുറച്ച് ഒരടി ഞാൻ മുന്നോട്ട് വെച്ചു. ആ സമയത്ത് എനിക്ക് ആശ്ചര്യത്തോടു കൂടി ഞാൻ നെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. വൈ വാസ് ദ നരേറ്റർ സ്റ്റാർട്ടിൽഡ്? എന്തുകൊണ്ടാണ് നരേറ്റർ അങ്ങനെ സർപ്രൈസ്ഡായിട്ട് ആ ഒരു പെട്ടെന്ന് നെട്ടി സ്റ്റോപ്പ് ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. The narrator walked a few steps and startled halt because the street line with gardens disappeared. Hordes of humanity lies on surface, fields disappeared and covered with the new buildings. By seeing this, he becomes startled halt. അതായത് നരേറ്റർ സ്കൂളിലേക്ക് പോയ ആ ഒരു കണ്ടീഷൻ ആയിരുന്നില്ല തിരിച്ചു വന്ന സമയത്ത് കണ്ടത്. പോയ സമയത്ത് സ്ട്രീറ്റിൽ രണ്ട് ഭാഗത്തും ഗാർഡൻസ് ഉണ്ടായിരുന്നു, ഫീൽഡ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്ലാന്റ്സ്, ഹെന്ന ട്രീ, അതുപോലെ ഡേറ്റ് പാംസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഭയാനകമായിരുന്നു, ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അവിടെയുള്ള ഗാർഡൻസ് ഒക്കെ ഡിസപ്പിയർഡ് ആയിട്ടുണ്ട്. ഗാർഡൻസ് ഒന്നും അവിടെ കാണാനില്ല. അവിടെ ഒരുപാട് മനുഷ്യർ മാത്രമാണ്, ഹ്യൂമാനിറ്റി മാത്രമാണ് അവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത്. അതുപോലെ ഫീൽഡ്സ്, വയലുകൾ, അതായത് ഒരുപാട് പ്ലാന്റ് ചെയ്തിരുന്ന ഹെന്ന ട്രീ, പാം ട്രീ, ഡേറ്റ് പാംസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ കൃഷി ചെയ്തിരുന്ന ആ ഒരു ഫീൽഡ്സ്, വയലുകളൊക്കെ നശിച്ചിട്ടുണ്ട്. അതൊന്നും അവിടെ കാണാനില്ല. ആ ഒരു വയലുകൾക്ക് പകരമായിട്ട് ബിൽഡിങ്സ് ആണ് അവിടെ കവേർഡ് ആയിട്ടുള്ളത്. ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ നരേറ്റർക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തത് എന്നാണ് പറയുന്നത്. വൈ ഈസ് ദ നരേറ്റർ ഫ്രസ്ട്രേറ്റഡ് വൈൽ വെയിറ്റിംഗ് അറ്റ് ദ ക്രോസ് റോഡ്? എന്തുകൊണ്ടാണ് നരേറ്റർ ഫ്രസ്ട്രേറ്റഡ് ആയത് ആ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത്? The narrator becomes frustrated because the road was completely filled with vehicles and polluted with a huge noise. Taxi driver and passengers were in a fight. Sirens of fire engine generated frustration in the mind of the narrator. അതായത് നരേറ്റർ റോഡ് ക്രോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആവാൻ കാരണം ആ ഒരു റോഡ് മുഴുവൻ വെഹിക്കിൾസ്, വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പുറത്ത് ക്രോസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. റോഡിൽ നിറയെ പൊല്യൂട്ടഡ് നോയ്സുകളായിരുന്നു. ഒരു ടാക്സി ഡ്രൈവറും പാസഞ്ചറും തമ്മിലുള്ള വഴക്ക് കേൾക്കാമായിരുന്നു. ഫയർ എൻജിൻ്റെ ശബ്ദം, സൈറൻസ് കേൾക്കാമായിരുന്നു. ഇതൊക്കെ നരേറ്ററുടെ മൈൻഡ് ഫ്രസ്ട്രേറ്റഡ് ആക്കി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഓഫേഴ്സ് ടു ഹെൽപ്പ് ദ നരേറ്റർ ക്രോസ് ദ സ്ട്രീറ്റ്. ആരാണ് നരേറ്റർ ഹെൽപ്പ് ചെയ്തത്, സഹായിച്ചത് ആ ഒരു റോഡ് സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഹി അഡ്രസ് ദ നരേറ്റർ? എങ്ങനെയാണ് നരേറ്ററെ അവൻ അഡ്രസ്സ് ചെയ്തത്? വൈ ഡസ് ഹി അഡ്രസ്സസ് ഹിം സോ? എന്തുകൊണ്ടാണ് അങ്ങനെ അഡ്രസ്സ് ചെയ്യാനുള്ള കാരണം? അപ്പം നമുക്ക് ആൻസർ നോക്കാം. ആരാണ് നരേറ്ററെ സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? എ യങ് ലാഡ് ഹെൽപ്സ് ഹിം ടു ക്രോസ് റോഡ് ആൻഡ് നരേറ്റ് ഹിം ആസ് എ ഗ്രാൻഡ് പ. ഒരു ഗ്രാൻഡ് പ എന്ന നരേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു യങ് ലാഡ് ഈ നരേറ്ററെ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഷോസ് ദ സ്റ്റോറി സ്റ്റാർട്ടിങ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് എൻഡ്സ് അപ്പ് ഇൻ ഹിസ് ഓൾഡ് ഏജ്. ബൈ നരേറ്റിംഗ് ഹിം ആസ് ഗ്രാൻഡ് പ ഹി റിയലൈസ്ഡ് ദാറ്റ് ദ ടൈം ഹാസ് ഗോൺ വെരി ക്വിക്ക്ലി ഇൻ എ ഹാഫ് എ ഡേ. അതായത് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡാണ്. ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു രംഗമാണ്. ഇത് എൻഡ് ചെയ്യുന്നത് ഓൾഡ് ഏജിലാണ്. ഓൾഡ് ഏജിൽ നരേറ്റർ ഗ്രാൻഡ്, എന്ന് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്.
Does the story convey the passage of time and the transition from childhood to a second childhood? Discuss. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഒരു സ്റ്റോറി ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി കൺവേ ചെയ്യുന്നത് പാസേജ് ഓഫ് ടൈം, അതുപോലെ ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു എ സെക്കൻഡ് ചൈൽഡ്ഹുഡ്, അതായത് ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡിലേക്കുള്ള ഒരു ചേഞ്ചാണ് ഈ ഒരു സ്റ്റോറി എന്നുള്ളതിനെക്കുറിച്ച്. അത് അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Half a Day by Naguib Mahfouz convey the passage of time and the transition from childhood to a second childhood. നമുക്ക് പറയാൻ കഴിയും ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി, നഗീബ് മഹ്ഫൂസിൻ്റെ ഈ ഒരു സ്റ്റോറി കൺവേ ചെയ്യുന്നത് പാസേജ് ഓഫ് ടൈമാണ്. അതായത് ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡിലേക്ക്, അതായത് ഓൾഡ് ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ച് നമുക്കിതിൽ കാണാൻ കഴിയും. As the story opens, the narrator is a young boy walking to his first day of school. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുമ്പോൾ നരേറ്റർ ഒരു സ്കൂൾ ബോയ് ആയിട്ട് അവൻ്റെ ഫസ്റ്റ് ഡേയിൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത്. ഹിസ് ഫാദർ അഡ്വൈസ് ഹിം ടു ബി റോൾ മോഡൽ ഫോർ ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ അവൻ്റെ ഫാദർ അവന് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്, നീ മറ്റുള്ള കുട്ടികൾക്ക് ഒരു റോൾ മോഡലാകണം, ഒരു മാതൃകയാകണം എന്ന് പറയുന്നുണ്ട്. ലേറ്റർ ഹീ മേക്ക് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. പിന്നീട് അവന് ബോയ്സ് ആൻഡ് ഗേൾസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. ചാൻഡഡ് ഫേസ്റ്റ് സോങ്, ഈ ഡെലിഷ്യസ് ഫുഡ്, അവൻ്റെ ആ ഒരു ഫേസ്റ്റ് സോങ് ആലപിക്കുന്നുണ്ട്, ഡെലിഷ്യസ് ഫുഡ് കഴിക്കുന്നുണ്ട്. വൈൽ മൂവിങ് ടു ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, എ മിഡിൽ ഏജ്ഡ് മാൻ മെറ്റ് ഹിം ആൻഡ് ആസ്ക് ഹിം ഹൗ ലോങ് ദേ ഹാവ് സീൻ ഈച്ച് അതർ. പിന്നീട് ആ ചൈൽഡ്ഹുഡിൽ നിൽക്കുന്ന നരേറ്റർ പിന്നീട് ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവൻ സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത്, വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു മിഡിൽ ഏജ് മാനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലമായി നമ്മൾ മീറ്റ് ചെയ്തിട്ട് എന്ന് അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നരേറ്റർ, ആ കുട്ടിയായിരുന്ന നരേറ്റർ പിന്നീട് മിഡിൽ ഏജ്ഡ് മാൻ ആയി മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയൊക്കെ പാസേജ് ഓഫ് ടൈം കൺവേ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാൻ കഴിയും. ത്രൂ ദിസ് വേർഡ്സ് വി കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ബിക്കം ഓൾഡ്. വൈൽ റിട്ടേണിംഗ് ടു ഹോം ഹി സോ ദ ഗാർഡൻ വേർ ഡിസപ്പിയർഡ്, ബിൽഡിങ്സ് വെർ പ്ലേസ്ഡ്, ഓൾ ദ റോഡ്സ് ബിക്കം കൺജസ്റ്റഡ്. ദിസ് ഷോസ് ദ റിയാലിറ്റി ഓഫ് ചേഞ്ചസ് ഓഫ് ടൈം. അതായത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു ടൈമിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളത്. ആ കുട്ടിയായിരുന്ന നരേറ്റർ പിന്നീട് ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആകുന്നുണ്ട്. പിന്നീട് ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്ങിൽ ഒരു ഓൾഡ് ഏജിലേക്ക് കടക്കുന്നുണ്ട്. ഒരുപാട് ചേഞ്ചസ് സറൗണ്ടിങ്സിൽ വരുന്നുണ്ട്. ഗാർഡൻ ഡിസപ്പിയർഡ് ആയിട്ടുണ്ട്. അതുപോലെ ഫീൽഡ്, അതായത് വയലുകൾക്ക് പകരമായിട്ട് ബിൽഡിങ്സുകൾ അവിടെ അപ്പിയർഡ് ആയിട്ടുണ്ട്. അങ്ങനെ റോഡ് മുഴുവൻ കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. വെഹിക്കിൾസ് കൊണ്ടും മനുഷ്യരെ കൊണ്ടൊക്കെ ആകെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ദിസ് ഷോസ് ദ റിയാലിറ്റി ഓഫ് ചേഞ്ചസ് ഓഫ് ടൈം. നരേറ്റർ വാസ് എ ചൈൽഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, ബിക്കംസ് ആൻ ഓൾഡ് ഗ്രാൻഡ്പാ ടുവാർഡ്സ് അറ്റ് ദ എൻഡ്. അതായത് ചൈൽഡ്ഹുഡിൽ നിന്ന് സെക്കൻഡ് ചൈൽഡ്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ നരേറ്ററുടെ ചൈൽഡ്ഹുഡാണ് കാണുന്നത്. ഒരു സ്കൂൾ ബോയ് ആയിരുന്നു. പിന്നീട് ഇതിൻ്റെ എൻഡിങ്ങിൽ, സ്റ്റോറിയുടെ എൻഡിങ്ങിൽ ഒരു ഓൾഡ് ഏജ് മാനായിട്ട് മാറുകയാണ്. ഗ്രാൻഡ് പാ എന്നുള്ളതാണ് പിന്നീട് നരേറ്ററെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. The story ends with a young lad helping narrator to cross the road. The story conveys the passage of time and the transition from childhood to a second childhood. അതായത് ഇതിൻ്റെ എൻഡിങ്ങിൽ ഈ ഒരു ഓൾഡ് ഏജിൽ നിൽക്കുന്ന ആ ഒരു ഗ്രാൻഡ് പാ നരേറ്ററെ ഹെൽപ്പ് ചെയ്യുന്നത്, റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു യങ് ലാഡ് ആണ്. ആ കുട്ടി നരേറ്ററെ അഭിസംബോധന ചെയ്യുന്നത് ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോറി പാസേജ് ഓഫ് ടൈം കാണിക്കുന്നുണ്ട്. ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ്, അതായത് ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡിലേക്കുള്ള, ഒരു ഓൾഡ് ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ്, how does the changing landscape and surroundings represent the narrator's sense of displacement and confusion? എങ്ങനെയാണ്
ചുറ്റുപാടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, ലാൻഡ്സ്കേപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നരേറ്ററുടെ സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ, നരേറ്ററിൽ ഒരു കൺഫ്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ദ നരേറ്റർ ഫൈൻഡ്സ് ദാറ്റ് ദ സ്ട്രീറ്റ് ആൻഡ് സറൗണ്ടിങ്സ് ഹാവ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് സിൻസ് മോർണിംഗ്. ഈ ഫെൽറ്റ് എ സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കൺഫ്യൂഷൻ. അതായത് നരേറ്റർ കണ്ടെത്തുന്നുണ്ട് തൻ്റെ സ്ട്രീറ്റ് ആദ്യം ഉണ്ടായിരുന്ന പോലെയല്ല. ആദ്യം സ്ട്രീറ്റിൽ രണ്ട് സൈഡിലും ഗാർഡൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് നരേറ്റർ കണ്ടെത്തുകയാണ്. ഇപ്പോൾ റോഡ് മുഴുവൻ കൺജസ്റ്റഡാണ്, ഒരുപാട് വെഹിക്കിൾസ് കൊണ്ടും ആളുകളെ കൊണ്ടും പൊല്യൂട്ടഡ് നോയ്സ് കൊണ്ടൊക്കെ. He felt a sense of displacement and confusion. He is unable to cross the street. He asked where was the street line with gardens, where had it disappeared to, when did all these vehicles invaded, when did all these hordes of humanity come to live upon its surface, how did these hills of refuse come to cover its sides, and where were the fields that bordered it. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ നേരിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വാസ് എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് എല്ലാം എവിടെ പോയി, എവിടെ ഡിസപ്പിയർഡായി? വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവാലിറ്റി, എങ്ങനെയാണ് റോഡിൽ ഇത്രയും വെഹിക്കിൾസ് വന്നത്? അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ കൺഫ്യൂഷനിൽ ചോദിക്കുന്നുണ്ട്. There is no reference to the name of the character or the locale of the story. What could be the reason for this? അതായത് ഈ ഒരു സ്റ്റോറിയിൽ ഒരു ക്യാരക്ടറിൻ്റെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ എവിടെയാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് എന്നോ മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു റെഫറൻസും നമുക്ക് കാണാൻ കഴിയില്ല. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? എന്തായിരിക്കും ഇതിന് കാരണം? നോക്കാം. ദിസ് ഈസ് നോട്ട് ദ സ്റ്റോറി ഓഫ് എ പേഴ്സൺ. അതായത് ഈ ഒരു സ്റ്റോറി ഒരു പെർട്ടിക്കുലർ, അതായത് ഒരു പ്രത്യേക മനുഷ്യനെ കുറിച്ചിട്ടല്ല ഇതിൽ പറയുന്നത്. ദി സ്റ്റോറി ഈസ് അബൌട്ട് ആൾ ഹ്യൂമൻ ബീങ്സ്. അതായത് എല്ലാ മനുഷ്യരെ കുറിച്ചിട്ടുമാണ് പറയുന്നത്, ഒരു പ്രത്യേക മനുഷ്യനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നില്ല. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി ദാറ്റ് ഹാപ്പൻസ് ഇൻ എ പെർട്ടിക്കുലർ ലൊക്കാലെ. അതുപോലെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നടക്കുന്ന ഒരു സ്റ്റോറി അല്ല ഇത്. ഇറ്റ് ഈസ് ഹാപ്പനിങ് എവരിവെയർ ഇൻ ദിസ് വേൾഡ്. ദാറ്റ്സ് വൈ ദർ ഇസ് നോ റെഫറൻസ് ടു ദ നെയിം ഓഫ് ദ നരേറ്റർ ആൻഡ് ലൊക്കാലെ ഇൻ ദ സ്റ്റോറി. അതായത് ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ നെയിമോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ അല്ലെങ്കിൽ ലൊക്കാലെ ഒരു പ്ലേസോ ഇതിൽ മെൻഷൻ ചെയ്യാത്തത്. നെക്സ്റ്റ്, the story Half a Day begins with the portrayal of the central character holding the father's hand as he starts his life's journey. When the story ends, he is holding the hand of a boy on whom he depends to cross the road. Do you think these actions symbolize some essential aspects of human life? Why is the narrator happy in both situations? അതായത് ഇതിൽ പറയുന്നത് ഈ ഒരു സ്റ്റോറി ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള നഗീബ് മഹ്ഫൂസിൻ്റെ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് ഒരു ചിത്രത്തിലൂടെയാണ്. അച്ഛൻ്റെ കൈ പിടിച്ച് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു മകൻ, ആ ഒരു നരേറ്ററുടെ ഒരു ചിത്രം, അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ പടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സമയമാണത്. പിന്നെ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഒരു ബോയുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു ഗ്രാൻഡ് ഓൾഡ് ഏജിലുള്ള ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇതാണ്, ഡു യു തിങ്ക് ദീസ് ആക്ഷൻസ് സിംബലൈസ് സം എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ രണ്ട് ആക്ഷൻസ്, ഈ രണ്ട് പ്രവർത്തികൾ ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടിനെ സിംബലൈസ് ചെയ്യുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ വൈ, എന്തുകൊണ്ട്, അതിൻ്റെ റീസൺ എഴുതണം. ഈസ് നരേറ്റർ ഹാപ്പി ഇൻ ബോത്ത് സിറ്റുവേഷൻസ്? ഈ രണ്ട് സിറ്റുവേഷൻ പറഞ്ഞു, ഈ രണ്ട് സിറ്റുവേഷനിലും നരേറ്റർ ഹാപ്പിയാണോ? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. These two actions symbolize some essential aspects of human life. ഈ രണ്ട് പ്രവർത്തികളും മനുഷ്യരുടെ ജീവിതത്തിലെ
ഒഴിച്ചുകൂടാനാവാത്ത, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തലങ്ങളാണ്. അതായത് ഒരു കുട്ടി തൻ്റെ ചൈൽഡ്ഹുഡിൽ ആദ്യമായിട്ട് സ്കൂളിലേക്ക് അച്ഛൻ്റെ കൈ പിടിച്ച് പോകുന്നതും, അവിടെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ജേണി ബിഗിൻ ചെയ്യുന്നതും, ഈ സ്റ്റോറിയുടെ എൻഡിങ് എന്ന് പറയുന്നത് ഓൾഡ് ഏജിൽ ഒരു കുട്ടിയുടെ സഹായത്തോടു കൂടെ റോഡ് ക്രോസ് ചെയ്യുന്നതും, ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നതും, ഇത് രണ്ടും, അതായത് ചൈൽഡ്ഹുഡും അതുപോലെ ഓൾഡ് ഏജും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ പാർട്ട് ഓഫ് ലൈഫാണ്. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ ആവാത്ത ഒന്നാണ്. ഹോൾഡിങ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ്സ് ഹി സ്റ്റാർട്ട് ഹിസ് ലൈഫ്സ് ജേർണി റെപ്രസെൻറ്റ് ചൈൽഡ്ഹുഡ് ആൻഡ് ഹോൾഡിങ് ദ ഹാൻഡ് ഓഫ് എ ബോയ് റെപ്രസെൻറ്റ് ഓൾഡ് ഏജ്. അപ്പോൾ ആ കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ച് പോകുന്നത് ചൈൽഡ്ഹുഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ ഒരു ഗ്രാൻഡ് ഫാദർ ആ കുട്ടിയുടെ കൈ പിടിച്ച് പോകുന്നത് ഓൾഡ് ഏജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ബോത്ത് ആക്ഷൻസ് ആർ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. നരേറ്റർ വാസ് നോട്ട് ഹാപ്പി അറ്റ് ദ എൻഡിങ് ബിക്കോസ് his half a day of school had ended quickly and accepted the reality by noticing the changes happening in the surroundings. പിന്നീട് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ, നരേറ്റർ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നരേറ്റർ വാസ് നോട്ട് ഹാപ്പി അല്ല. കാരണം ഈ ഒരു നരേറ്ററുടെ ലൈഫിൽ ഒരു ഹാഫ് എ ഡേ മാത്രമേ, സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് ഹാഫ് എ ഡേ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് പെട്ടെന്ന് എൻഡഡ് ആയിട്ടുണ്ട്. പിന്നീട് ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാണ്. അതായത് തൻ്റെ സറൗണ്ടിങ്സിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാണ്. അവിടേക്ക് ഒരു നിരാശ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നരേറ്റർ ഹാപ്പി അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും.